ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. അശ്വതി നക്ഷത്രത്തിൽ ഈ 2024 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മതപരമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ്. ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ, നിങ്ങളുടെ മതപരമായിട്ടുള്ള ആരാധനാലയങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പോവുക, അവിടുത്തെ ആരാധനകളിലൊക്കെ പങ്കെടുക്കുക ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങൾ ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ. നിങ്ങൾക്ക് പ്രിയ സുഹൃത്തുക്കളിൽ നിന്ന് പോലുമൊക്കെ ചതി ഉണ്ടാകാനുള്ള സമയമാണ്. അതല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് പെരുപ്പിച്ച് അപ്പുറത്ത് പോയി പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുഭാവത്തിലുള്ളവർക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ വന്ന് നിങ്ങളോട് പറയുക, എന്നിട്ട് നിങ്ങളെയും അവരെയും കൂടി കൂട്ടി തമ്മിലടി ഉണ്ടാക്കുക. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിലരൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാ കാര്യവും എല്ലാവരോടും ഷെയർ ചെയ്യരുത്, സംസാരിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കളുടെയൊക്കെ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്ന ഒരു സമയമാണ്. ചിലർക്കൊക്കെ പാർട്ടീഷനൊക്കെ ലഭിക്കുന്നതാണ്, കുടുംബ സ്വത്തൊക്കെ സ്വന്തം പേരിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ, ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ അധിക ചിലവുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ധനപരമായിട്ടൊക്കെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ മുക്തി കാണുന്ന ഒരു സമയമാണ്. വലിയ കടബാധകളിൽ നിന്നൊക്കെ കരകയറാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ ഈശ്വര ചിന്ത കൂടി വരുന്നൊരു സമയമാണ്. ഈശ്വര സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയമാണ്. ചില വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ നാല് കഴിക്കുക രക്ഷപ്പെടുന്നൊരു സമയമാണ്. ഭഗവാനെ സദാ സ്മരിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ നിങ്ങൾ സ്മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്ന സമയമാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസം. നിങ്ങൾക്ക് ഉപകാര സ്മരണ മറക്കുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് നന്ദിയില്ലായ്മ ഉണ്ടാവുന്നൊരു സമയമാണ്. അത് നിങ്ങൾ മനഃപൂർവ്വം അല്ല, നിങ്ങൾ മറന്നുപോകും. ചിലരൊക്കെ ചെയ്യുന്ന ഉപകാരങ്ങളൊക്കെ ക്ഷണനേരം കൊണ്ട് നിങ്ങൾ മറക്കുകയും ചില കാര്യങ്ങൾ അവർക്ക് കർക്കശമായ തീരുമാനങ്ങളിലൂടെ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് മുഖം നോക്കി സംസാരിക്കുക, മുഖം നോക്കാതെ വലിയ മോശമായ രീതിയിലുള്ള സംസാരം ഉണ്ടാകുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഉപകാരം ചെയ്തവരുടെ മനസ്സിന് വേദന അർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഉപകാരം ചെയ്തവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നിങ്ങൾക്ക് സ്തുതിപാഠകരുടെ ശൈല്യം കൂടി വരുന്നൊരു സമയമാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴേക്കും നിങ്ങളെ പൊക്കിപ്പറഞ്ഞ് നിങ്ങളുടെ മിസ്യൂസ് ചെയ്യുന്നവരുടെ ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ മനസ്സും ശരീരവും ഒക്കെ അസ്വസ്ഥമാകുന്ന സ്ഥിതിവിശേഷമുണ്ട്. രാത്രി ഉറക്കമില്ലായ്മ, എന്തെന്നില്ലാത്ത അകാരണമായ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുക, മനസ്സിന് എപ്പോഴും ഭാരമുണ്ടാകുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സെപ്പോഴും അസ്വസ്ഥമാകുക, ഭയം, സ്ത്രീകൾക്കൊക്കെയാണെങ്കിൽ ചെറിയ തോതിലുള്ള ഭയം ഉണ്ടാകുക, രാത്രി എത്രയൊക്കെ ശ്രമിച്ചാലും ഉറങ്ങാൻ സാധിക്കാതെ വരിക ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ആ സമയത്തുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഞാൻ അവസാനം പറഞ്ഞു തരാം. നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നതിൽ ആശ്വാസം കണ്ടെത്തുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ ഇത് ജീവിതമാണെന്നും ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടവരാണെന്നും ഒക്കെയുള്ള യാഥാർത്ഥ്യബോധം നിങ്ങൾക്കുണ്ടാകുന്നൊരു സമയമാണ്. തന്മൂലം ചെറിയൊരു ആശ്വാസം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകും, എല്ലാവരുടെയും ജീവിതവും ഇങ്ങനെയാണ് സ്വയം പറഞ്ഞ് ഒന്ന് ആശ്വസിക്കുന്നതാണ്. അനുഭവജ്ഞാനമുള്ള പ്രവർത്തന മേഖലകളിൽ നിങ്ങൾ പണം മുടക്കുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന പണിക്ക് നിങ്ങൾ പോകുന്നു എന്ന് മലയാളത്തിൽ പറയാം.
അതിൽ നിന്ന് വരുമാനവും ഉണ്ടാകും. യാത്രാവേളകൾ കൂടുതൽ കരുതലോടെ ആവണം. കഴിയാവുന്നതും അസമയത്ത് യാത്ര ചെയ്യാതിരിക്കുക. 2 വീലറൊക്കെ ഓടിക്കുമ്പോൾ അമിത വേഗതയിൽ പോകാതിരിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അത് മറ്റുള്ളവരുടെ വാഹനങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. മറ്റുള്ളവരുടെ വാഹനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട ചില പണിഷ്മെൻ്റൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നതുകൊണ്ട്, അല്ലാതെ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതുകൊണ്ട്. നിങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചിട്ട് വേണം യാത്ര തുടങ്ങുന്നത്. അത് ഗുണകരമായിരിക്കും. നിങ്ങൾ വിദേശ യാത്രയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സഫലമാകുന്ന സമയമാണ്. നിങ്ങൾ സ്വന്തം ചുമതല ഒരിക്കലും അന്യരെ ഏൽപ്പിക്കരുത്. വിദേശ യാത്രയൊക്കെ സഫലമാവുന്ന സമയമാണ്. വിദേശത്ത് പോകുക അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് വിദേശ യാത്ര ചെയ്യുക ഒക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സഫലമാകുന്ന സമയമാണ്. അതിനുവേണ്ടിയുള്ള അനുമതി പത്രമൊക്കെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളൊരിക്കലും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അവരത് ചെയ്യണമെന്നില്ല. ഗുണത്തെക്കാളേറെ നിങ്ങൾക്ക് ദോഷമായിരിക്കും അതിൽ നിന്ന് ലഭിക്കുന്നത്. തൊഴിൽ മേഖലയിലൊക്കെ മാറ്റം വരുത്തുവാനുള്ളൊരു ഇട കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്ത തൊഴിലിൽ നിന്നും വളരെയധികം മാറ്റം അതിൽ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷമൊക്കെ സംജാത സമയമാണ്. ഈ ആഗസ്റ്റൊക്കെ ആകുമ്പോൾ സന്തോഷപൂരിതമാകും കുടുംബം. നിങ്ങളുടെ സുതാര്യമായ പ്രവർത്തനങ്ങളാൽ സർവകാര്യ വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നത് കൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു സമയമാണ്. ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ഭഗവാന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. പല ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കുന്ന സമയമാണ്. എന്നാൽ എടുത്തു പറയേണ്ടത്, നിങ്ങളൊരിക്കലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. 2 പേര് കൂടിയുള്ള ബിസിനസ്സുകളിലൊക്കെ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള അല്ലെങ്കിൽ ചതിയിൽ പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കണമെന്നില്ല കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ കുറച്ച് വഴിപാടൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വർഷം മുഴുവൻ കഴിയാവുന്നതും ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലൊക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുന്നത് നല്ലതാണ്. ഭഗവാന്റെ കന്തഷഷ്ടിയൊക്കെ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. നാരങ്ങാമാല 21 നാരങ്ങ ചെറുനാരങ്ങ കോർത്ത മാല ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ്. സ്കന്ദ പുരാണ പാരായണം നടത്തുന്നത് ഗുണകരമായിരിക്കും. എല്ലാവരും മാനസികമായിട്ട് വിഷയമുള്ളവരൊക്കെ, മനപ്രയാസം ഉണ്ടാകുക, ഉറക്കക്കുറവുണ്ടാവുക ഒക്കെ ചെയ്യുന്നവർ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ശിവക്ഷേത്രത്തിൽ നീലകണ്ഠ ത്രയാക്ഷരി മന്ത്രാർച്ചന കൊണ്ട് എന്തെങ്കിലും പഴമോ പഞ്ചസാരയോ പൂജിച്ച് കഴിക്കുന്നത് ഗുണകരമായിരിക്കും. നിവേദിക്കാൻ കൊടുത്തിട്ട് അത് വാങ്ങി കഴിക്കുകയാണ് വേണ്ടത്. സ്തുതി പാഠകരുടെ ശൈലിയൊക്കെ കൂടുന്നവർ അല്ലെങ്കിൽ ചതിയിൽപ്പെടാൻ യോഗമുള്ളവരായിട്ട് കാണുന്നവർ, എപ്പോഴും മനസ്സ് അസ്വസ്ഥമായി നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സാമീപ്യം കൂടുതലായിട്ടുള്ളവർ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിഗ്രഹ പൂജ നടത്തുക അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ശാസ്താവിൻ്റെ ക്ഷേത്രം ദർശിക്കുന്നത് ഗുണകരമായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.